السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളെത്തി. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അയ്യുഹൽ വലദ് 10ാമത്തെ ദർസ്. ഒരുപാട് സഹോദരിമാർ പറഞ്ഞു അയ്യുഹൽ വലദ്. അയ്യുഹൽ വലദിൻ്റെ ദർസ് വല്ലാതെ പേടിപ്പെടുത്തുന്നു, വല്ലാതെ മനസ്സിൽ തട്ടുന്നു. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിൻ്റെ കിതാബായതുകൊണ്ട് തന്നെ അതിന് വലിയ എഫക്റ്റ് ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാവരും പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഒരു ക്ലാസ്സും മുടങ്ങരുത്. പഴയ ക്ലാസ്സുകളൊക്കെ കേൾക്കാത്തതുണ്ടെങ്കിൽ ആവർത്തിച്ച് കേൾക്കുന്ന ആളുകൾ വരെ നമ്മുടെ ദർസിലുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഗസാലി ഇമാമിൻ്റെ പൊരുത്തവും ഇൽമിൻ്റെ ബറക്കത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ടവർ വീണ്ടും ശിഷ്യനോട് പറയുന്നു, അൽ ഇൽമു ബിലാ അമലിൻ ജുനൂനുൻ. അമലില്ലാത്ത ഇൽമ് അത് ഭ്രാന്താണ്. കുറേ ഇൽമുണ്ട് ഒരാൾക്ക്, ഒന്നും ചെയ്യുന്നില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും സുന്നത്തും ആദാബുകളും എല്ലാം അറിയാം, നിസ്കരിക്കുന്നില്ല. നോമ്പിനെ പറ്റി നന്നായി അറിയാം, നോമ്പ് നോൽക്കുന്നില്ല. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അറിയാം, പക്ഷേ ചെയ്യുന്നില്ല. സകാത്ത് എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ചെയ്യുന്നില്ല. അതിന് ഭ്രാന്ത് എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. അൽ ഇൽമു ബിലാ അമലിൻ ജുനൂൻ, തനി മാനസികമാണ്. വൽ അമലു ബിലാ ഇൽമിൻ ലാ യകൂൻ. കണ്ടോ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ അമലു ബിലാ ഇൽമിൻ, അറിവില്ലാതെയുള്ള അമൽ ലാ യകൂൻ, അത് ഉണ്ടാവില്ല. അപ്പൊ അറിവ് വേണം അമലിന്. അറിവില്ലാത്ത അമൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അറിവില്ലാതെ ഒരാൾ നിസ്കരിച്ചു, ഫാത്തിഹ ഓതാൻ അറിയാതെ അവന് എന്തൊക്കെയോ ഓതി നിസ്കരിച്ചു, അതുകൊണ്ട് ആ ഇബാദത്തില്ല. അപ്പോൾ നന്നായി പഠിക്കണം, അമൽ ചെയ്യുകയും വേണം. ഇതിൻ്റെ തത്വമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് പറയുമ്പോൾ ചെയ്യാനുള്ള ആവേശവും പൂതിയും ഉണ്ടാകും, സ്വാഭാവികം. അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ, അമലിലേക്ക് എത്തിച്ചു തരട്ടെ. ഇൽമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റി തരട്ടെ. വഅലം. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉണർത്തുന്നു, അന്ന ഇൽമൻ, ഒരറിവ്, ലാ യുബ്ഇദുകൽ യൗമ അനിൽ മആസി, ഇവിടെ നിന്നെ തിന്മകളിൽ നിന്ന് ദൂരെയാക്കുന്നില്ല. നീ ഇൽമൊക്കെ ഉണ്ട്, പക്ഷേ തിന്മകളിൽ നിന്ന് നീ മാറി നിൽക്കാൻ നിനക്ക് നിന്റെ ഇൽമ കൊണ്ട് സാധിക്കുന്നില്ല. വലാ യഹ്മിലുക അല ത്വാഅ, നന്മ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നും ഇല്ല. ഇൽമുണ്ടാകുമ്പോൾ, ഒരു വിഷയം പഠിക്കുമ്പോൾ അത് ചെയ്യാനൊരു പൂതി ഉണ്ടാവുമല്ലോ, അത് നിനക്ക് വരുന്നില്ല. നീ ഇപ്പോഴും കുറ്റകൃത്യങ്ങളിൽ അങ്ങനെ വിരാജിച്ച് കഴിയുകയാണ്. എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യുബ്ഇദക അവദൻ അൻ നാരി ജഹന്നം, ആ ഇൽമ് നിന്നെ നരകത്തെ തൊട്ട് ദൂരെയാക്കുകയില്ല. നീ നരകത്തിൽ ആപ്പതിച്ചു പോകും. നമുക്ക് ലഭിച്ച അറിവുകൾ
ളുഹാ നിസ്കരിക്കണമെന്ന് അറിവ് കിട്ടി, എന്നിട്ട് ആ ളുഹാ നിസ്കരിക്കുന്നില്ല. ഔറത്ത് മറക്കണം എന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും ഔറത്ത് മറക്കാതെ ജീവിക്കുന്നെങ്കിൽ ലൻ യുബ്ഇദക ഗദൻ അൻ നാരി ജഹന്നം, നരകത്തിലെ തീയിനെ തൊട്ട് നിന്നെ ദൂരെയാക്കുകയില്ല. തീയിൽ കിടന്ന് ഉരുണ്ട് മറിയേണ്ടി വരും. ഒരു വട്ടം കത്തിക്കരിഞ്ഞാൽ പിന്നെ ഉണ്ടാകൂലെങ്കിൽ സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, നരകം അങ്ങനെയാണ്. പിന്നെയും ശരീരമാകും, പിന്നെയും പുതിയ തോല് വരും. അങ്ങനെ തോല് വന്ന് പിന്നെയും വന്ന് കാലകാലം അവസാനിക്കാത്ത ലോകം. യാ റബ്ബ്, കഷ്ടതകൾ മാത്രം, പീഡനങ്ങൾ മാത്രം. ആവലാദികളും പരാതികളും ശബ്ദകോലാഹലങ്ങളും മാത്രം. ആ ജഹന്നമിൽ നിന്ന് നിന്നെ ദൂരെയാക്കുകയില്ല. വിദാലം തഅമലിൽ യൗം, ഈ ദിവസം നീ ദുനിയാവിൽ വെച്ച് നീ അമൽ ചെയ്തില്ലെങ്കിൽ, വലം തദാറക്കിൽ അയ്യാമൽ മാദിയ, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തഖൂലു ഗദൻ യൗമൽ ഖിയാമ, ഓ മോനെ, ഓ മോളെ, അന്ത്യനാളിൽ നീ പറയേണ്ടി വരും, ഫർജിഅനാ, ഞങ്ങളെ ദുനിയാവിലേക്ക് ഒന്നുകൂടെ കൊണ്ടുപോകണം. നഅമൽ സാലിഹാ, സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ആഖിറത്തിൽ വന്നിട്ട് പറയേണ്ടി വരും, പറയുമെന്നാണ് ഖുർആനിന്റെ വാചകമാണത്. ഫർജിഅനാ നഅമൽ സാലിഹാ, ഫർജിഅനാ, ഞങ്ങളെ ദുനിയാവിലേക്ക് ഒന്നുകൂടെ റിട്ടേൺ ചെയ്യണം. നഅമൽ സാലിഹാ, ഞങ്ങൾ ചെയ്തോളാം പടച്ചോനെ, അമലുകളുമായി കഴിഞ്ഞുകൂടിക്കോളാം, ഒരു തെറ്റും ചെയ്യൂല പിന്നെ. പക്ഷെ വിടുമോ? അള്ളാഹു വിടുമോ? ഫയുഖാൽ, മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ഫർജിഅനാ നഅമൽ സാലിഹൻ എന്ന് വിലപിക്കുമ്പോ, ആർത്ത് കരയുമ്പോ, യാ അഹ്മഖ്, ഓ പമ്പര വിഡ്ഢി, അൻത മിൻ ഹുനാക തജീഉ, നീ അവിടുന്നല്ലടാ വന്നത്, അവിടെ കഴിയുമ്പോ എന്തേ നിനക്ക് അമൽ ചെയ്യാൻ പറ്റാതെ പോയത്? നീ എന്തേ ഔറത്ത് മറക്കാതെ ജീവിച്ചത്? ഇനിയിപ്പോ ഞാന് ഒരു മുടിയും കാണിക്കൂല, നഗ്നത മറക്കും, ഒന്നും കാണിക്കൂല, എൻ്റെ കളർ എന്താണെന്ന് പോലും സമൂഹം അറിയൂല എന്നൊക്കെ ഇങ്ങനെ പറയാണല്ലോ നീ. നിനക്ക് അവിടെ ജീവിച്ചപ്പോ എന്തായിരുന്നു പണി? ആ വിളി കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? മലായിക്കത്തിന്റെ വിളിയാണ്, യാ അഹ്മഖ്, പമ്പര വിഡ്ഢി. ഇവിടുന്ന് നമുക്കത് തോന്നിയില്ലല്ലോ. ഈ വിളി കേൾക്കേണ്ടി വരൂലേ നമ്മൾ? അള്ളാഹു കാക്കട്ടെ. യാ അഹ്മഖ്, ആ വാക്കിനൊക്കെ അർത്ഥം വെച്ചാൽ തീരൂല. അൻത മിൻ ഹുനാക തജീഉ, നീ ആ ദുനിയാവുന്നല്ലേ വന്നത്? ബോധമില്ലായിരുന്നു അന്ന്? അവിടുന്നല്ലേ ഇപ്പൊ അങ്ങോട്ട് വന്നത്? എന്നിട്ട് ഇനിയും അങ്ങോട്ട് പോയിട്ട് ഒരുപാട് ചെയ്യാമെന്നുള്ള വ്യാമോഹല്ലേ നിന്റെ ഭാഗത്തു നിന്നുള്ളത്? കിടക്കടാ നരകത്തിൽ. ഖുദൂഹു ഫഉല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹ്. വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവരെ. അയ്യുഹൽ വലദിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ? നമ്മൾ അമൽ വേണം, ഇൽമ വേണം, ഇത് രണ്ടും വേണം. ഒന്നിന് ഭാരമാകരുത്. എനിക്ക് 1,00,000 ദിക്ർ ഏറ്റെടുത്തതുണ്ട്, അതുകൊണ്ട് ക്ലാസ് എനിക്ക് കേൾക്കാൻ നേരമില്ലെന്ന് പറയരുത്. അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ട് ദിക്ർ നഷ്ടപ്പെടുത്തരുത്, നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഭർത്താവിൻ്റെ ഹക്കുകൾ അത് ക്ലാസിന്റെ പേരിലോ ദിക്റിന്റെ പേരിലോ സ്വലാത്തിന്റെ പേരിലോ നിക്കാരത്തിന്റെ പേരിലോ നോമ്പിന്റെ പേരിലോ നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ആധുനിക സമൂഹം, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. എൻ്റെ പഠിതാക്കളൊക്കെ അതിൽ ബോധവതികളാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഹക്കുകളുണ്ട്. സ്വന്തം ശരീരത്തിനൊരു ഹക്കുണ്ട്. ഉറങ്ങാതെ ശരീരത്തെ ക്ഷീണിപ്പിക്കരുത്. ഭർത്താവിനോട് ഭാര്യയ്ക്കൊരു ഹക്കുണ്ട്, തിരിച്ച് ഭർത്താവിന് ഭാര്യയോടൊരു ഹക്കുണ്ട്, മക്കളോടൊരു ഹക്കുണ്ട്. ഇതൊക്കെ പാലിച്ച് പഠനം നടത്തി ഇബാദത്ത് ചെയ്ത് ഈ കുറഞ്ഞ കാലത്തെ ജീവിതം സമ്പന്നമാക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള ആവതും ആഫിയത്തും
നല്ല ചുറുചുറുക്കും ഊർജവും അള്ളാഹു ഏറ്റി തരട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അയ്യുഹൽ വലതിൻ്റെ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഫർജിഅനാ നഅമൽ സാലിഹൻ എന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ ആ വലിയ കോർട്ടിൽ വെച്ച് പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പെടണോ പെടാതിരിക്കണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ നേരം. എനിക്കത് പറയേണ്ടി വന്നാൽ ഈ വിളി കേൾക്കാൻ നമുക്ക് ബോധ്യമുണ്ടാവുമോ? യാ അഹ്മഖ്, യാ അഹ്മഖ് അൻത മിൻ ഹുനാക തജീഉ. എല്ലാം തിരിയും നമുക്കന്ന്, എല്ലാം തിരിയും പ്രിയപ്പെട്ടവരെ. എല്ലാം തിരിയുന്ന ലോകമാണ്. ഏത് ഭാഷയും വശമുണ്ട്, ഏതും തിരിയും, ഏതും മനസ്സിലാകും. രക്ഷപ്പെടാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ വേണം, ഇൽമു വേണം, രണ്ടും പ്രൗഢമായി നടക്കണം. റമദാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇബാദത്തുകൾ വളരെ കൂട്ടേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. ഇൽമും ഇബാദത്തായി കാണണം, പഠിക്കണം, ഒരുപാട് പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. എങ്ങനെയെങ്കിലും കോടികളെ മോചിപ്പിക്കപ്പെടുന്ന റമദാനിൽ നമുക്കും മോചിതരാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നരകമോചനം അള്ളാഹു നമുക്ക് സാധ്യമാക്കട്ടെ. നരകമോചനം അള്ളാഹു നമുക്ക് സാധ്യമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.